ഓല എടുത്ത് ഞാൻ പെരുവരിയിലായി. ഇവിടെ ഡെലിവറി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വേങ്ങോട് SUT ഹോസ്പിറ്റലിൽ ആ കയറ്റത്തിൽ വെച്ച് വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിയായിരുന്നു. ബെൽറ്റ് പൊട്ടി വണ്ടി ഒരുക്കി സൈഡിലോട്ട് വെച്ചായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന് അവന്മാർ എടുത്തിട്ട് പോകില്ലെന്ന് അറിഞ്ഞിട്ട് റോഡിൻ്റെ സൈഡിലോട്ട് തള്ളിക്കൊണ്ട് ഒതുക്കി വെച്ചിരുന്നു. RSAയിൽ കെയർ പ്ലസ് ഉണ്ട്. RSA ഇട്ട് ബുക്ക് ചെയ്യണം ഒരുത്തരും ഫോൺ എടുക്കുന്നില്ല. അവസാനം ഇപ്പോൾ പെരുവരിയിലായി. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു വണ്ടി എടുത്തിട്ട് ഇതാ വന്ന് നിന്ന് RSA ബുക്ക് ചെയ്യാൻ നോക്കി, എന്നിട്ട് നടക്കണില്ല. ഉള്ളൂർ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർ പറയുന്നത് കസ്റ്റമർ കെയറിൽ വിളിക്കാം. കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ഫോൺ എടുത്തിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ പോണ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ലൈൻ ബിസിയാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാവും. എൻ്റെ അവസ്ഥ ഇതിനും ഗതികേടാണ്. വണ്ടി പെരുമരി കിടക്കണം ഉണ്ടാക്കി എന്ത് പറയാം. ഓലയെടുത്ത് ഊണിപ്പോയി 10 മാസമേ ഉള്ളൂ. ബെൽറ്റ് പൊട്ടിയത് കാരണം മയിൽ മൂഞ്ചി കിടക്കുകയാണ്. ഇപ്പോൾ എന്തിനേ RSAയിൽ കെയർ പ്ലസ് എടുത്തതൊക്കെ വെറും വേസ്റ്റ് ആണെന്ന് തോന്നുന്നത്. സർവീസ് സെൻറ്ററിൽ പോയി തിരക്കിയപ്പോൾ കെയർ പ്ലസ് എന്ന് ബെൽറ്റ് എടുത്ത് കളഞ്ഞു. ഇമാർ എന്തിനു ഊമ്പിത്തനമാണ് കാണിക്കണമെന്ന് അറിഞ്ഞുകൂടാ. കെയർ പ്ലസ് എടുക്കാൻ പറഞ്ഞത് തന്നെ ബെൽറ്റ് ബിയറിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് മാറി തരുമെന്ന്. ഇപ്പം മയിൽ ബെൽറ്റും ബിയറിങ്ങിലും എല്ലാത്തിനും പൈസ കൊടുക്കണമെന്ന്. ഫ്രീ ആയിട്ട് മാറണമെടുത്ത് മാറ്റിയെന്ന്. പിന്നെ എന്തിനാണ് ആളുകളെ പറ്റിച്ച പ്ലാൻ എടുപ്പിക്കുന്നത്? 4300 രൂപയാണ് കെയർ പ്ലസിന്. എന്നിട്ട് മയിൽ കെയർ പ്ലസ് എടുത്തതിന് ശേഷം ഇപ്പം ഊമ്പിത്തെറ്റി ഇരിക്കും. 4300 രൂപ കൊടുത്തിട്ട് ബെൽറ്റ് മാറാൻ വേണ്ടി ഇനി 3800 രൂപ കൊടുക്കണം. എന്തോന്ന് പറയാം, കെയർ പ്ലസ് ഉണ്ടെങ്കിൽ 3800 രൂപ, കെയർ പ്ലസ് ഇല്ലെങ്കിൽ 5000 രൂപ കൊടുക്കണം. 5000 രൂപ കൊടുത്ത് ഈ ബെൽറ്റ് കെയർ പ്ലസ് ഇല്ലാതെ മാറണതിൻ്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്ക്. ഇവരുണ്ടോ നട റോട്ടിൽ കിടക്കേണ്ട ഗതികേട് ഓല എടുത്തത് കാരണം. ആരും ഓല എടുക്കല്ലേ കേട്ടാ. ഓല എടുത്താൽ ഇതേപോലെ പെരുവരി കിടക്കാം. സർവീസ് സെൻറ്ററിലെല്ലാം വണ്ടികൾ നിറഞ്ഞു കിടക്കുകയാണ് മയിൽ. ഒരു വണ്ടി പോലും ഇറങ്ങിപ്പോണില്ല. പക്ക മുമ്പിൽ തന്നെ സർവീസ് ടീമും കൊള്ളൂല, കസ്റ്റമർ കെയറും കൊള്ളൂല. മയിൽ വണ്ടി കൊടുക്കാമെന്ന് വെച്ചാൽ വണ്ടി കൊടുക്കാൻ പറ്റൂല. കാരണം വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഇല്ല. അതുമല്ലാതെ വണ്ടി എന്തിന്. പിന്നെ ലോണിലൊക്കെ എടുത്ത വണ്ടിയാണെങ്കിൽ EMI അടച്ച് തീർത്തേ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിപ്പം നെടുമങ്ങാട് സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വണ്ടി പിക്കപ്പ് വിളിച്ചിരിക്കുകയാണ്. ഈ പിക്കപ്പിന് പൈസ കൊടുത്ത് സർവീസ് സെൻറ്ററിൽ കൊടുക്കണം. അവന്മാർ പറയുന്നത് വണ്ടി ഇനി എന്ന് വരാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, സാധനം വന്നെന്ന് പറയാമെന്ന്. അപ്പോൾ കൊടുത്തിട്ട് ഇനി കാത്തു കിടക്കേണ്ടി വരും മയിൽ. അന്ന് 2 ആഴ്ച ഞാൻ കാത്തു കിടന്നു, ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂവിൽ. ടൂള് എറണാകുളത്തായിരുന്നു, എറണാകുളത്ത് നിന്ന് വരണമെന്ന് പറഞ്ഞിട്ട് അവന്മാർ എന്നെ പണി തന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ബെൽറ്റിൻ്റെ കേസിൽ ഇനി എന്നാവോ എന്താ. എന്തായാലും വണ്ടി കൊണ്ട് നെടുമങ്ങാട് സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ പോണു കേസ്, പിക്കപ്പ് വിളിച്ച്. എന്തെങ്കിലും തരട്ടെ മയിലുകൾ, വേറെ എന്തൊരു പറയും, വേറെ വഴിയില്ല മയിൽ.